ക്ലാസിഫിക്കേഷൻ അഥവാ തരംതിരിക്കുന്നതെന്ന് പറഞ്ഞ ചാപ്റ്ററിൽ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് വരുന്ന ഒരു കുഞ്ഞു ഭാഗമാണ് ഏത് സയന്റിസ്റ്റ് അഥവാ അവരുടെ ശാസ്ത്രജ്ഞന്മാരുടെ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്ന ഭാഗം അല്ലേ. അപ്പോൾ അത് എപ്പോഴും എക്സാമിന് തിരിച്ചു മറിച്ചും ഒക്കെ ചോദിക്കുന്ന ഭാഗമാട്ടോ. അപ്പോൾ ആ ഒരു ഭാഗം നമുക്കൊരു ട്രിക്കിലൂടെ പഠിച്ചു വെക്കാം. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോ കഴിയുന്നതോടുകൂടി ആ ഭാഗം നിങ്ങൾക്ക് സെറ്റ് ആവും എന്ന് മിസ്സിന്റെ വാക്കാണ്. റെഡി? അപ്പോൾ ഇപ്പൊ തന്നെ എന്ത് ചെയ്യാം, നമ്മുടെ വീഡിയോ ഒന്ന് പോസ് ചെയ്യാൻ, എന്നിട്ട് മിസ്സിന് ഒരു കുഞ്ഞി കമന്റ് അവിടെ ഒരു ഹാർട്ട് ഇട്ട് വെക്കാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഏറ്റവും ആദ്യം ഓർമ്മിക്കേണ്ടത് ആരെയാണ്? നമ്മളുടെ തലതൊട്ടപ്പനായിട്ടുള്ള നമ്മളുടെ ലിനേസ്. ഓക്കെ, ലിനേസ് ആണ് നമ്മളുടെ ടാക്സോണമി. ഇത്രയും കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് ഈ ഒരു ടാക്സോണമിയുടെ ഫാദർ ആയിട്ട് നമ്മൾ വിചാരിക്കുന്ന ആളാണ് നമ്മുടെ കാൾ ലിനേസ്. ഓക്കെ, അപ്പൊ അതെന്ത് ചെയ്തു, നമ്മൾ പറഞ്ഞു മാറ്റി വെച്ചു. അടുത്ത ആളാണ് ആര്? നമ്മുടെ അരിസ്റ്റോട്ടിൽ ബയോളജി എന്നുള്ളത് നിങ്ങൾ പഠിച്ചു വെക്കുക. അത് പഠിക്കേണ്ടത് നമ്മുടെ ബയോളജി സ്റ്റുഡൻസിന്റെ ഏറ്റവും വലിയ ഒരു കാര്യമാണ്. അപ്പൊ അത് നമ്മൾ മാറ്റി വെക്കാം, നമ്മളിവിടെ ഉപയോഗിക്കുന്നില്ല കോഡിന് വേണ്ടിയിട്ട്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ ആരാണ്? ഫാദർ ഓഫ് ബോട്ടണി ആണ്. അതാരാ? തിയോഫ്രാസ്റ്റസ് അല്ലെ. തിയോഫ്രാസ്റ്റസ് ആണ് എന്ത്? ഫാദർ ഓഫ് ബോട്ടണി അല്ലെ. ബോട്ടണി, സസ്യശാസ്ത്രത്തിന്റെ പിതാവ് ആരാണ്? ബോട്ടണി, നമ്മുടെ തിയോഫ്രാസ്റ്റസ്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മളുടെ ആയുർവേദം. ഓക്കെ, ആയുർവേദയുടെ ആരാണ്? നമ്മളുടെ ചരകനാണ് അല്ലെ. ചരകൻ എന്താണ്? ഫാദർ ഓഫ് ആയുർവേദ. അപ്പൊ ചരകന്റെ ഈ ഒരു ഫാദർ ഓഫ് ആയുർവേദ എന്നതിനേക്കാളും കൂടുതൽ ചോദിക്കുന്ന ഒരു സംഭവം എന്ന് പറയുന്നത് ചരക സംഹിത എഴുതി എന്നുള്ളതാണ്. ഓക്കെ, ചരക സംഹിത എഴുതിയ ആളെന്നുള്ള രീതിക്കാണ് കൂടുതലും ചോദിക്കാറ്. ആ ഒരു കോൺട്രിബ്യൂഷൻ അതാണ്. പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ അടുത്തത് ആരാ? നമ്മളുടെ ജോൺ റേ. എന്താണ്? സ്പീഷീസ് എന്ന വാക്ക് അല്ലെ, സ്പീഷീസ് എന്ന ടേം ആദ്യമായിട്ട് കണ്ടുപിടിച്ച ആളാണ്. അത് കൂടാതെ ഹിസ്റ്റോറിയ ജനറാലിസ് പ്ലാന്റേരം. ഓക്കെ, ഇത്രയും ആൾക്കാരെയാണ് എന്ത് ചെയ്യേണ്ടത്, നമുക്ക് ഓർത്തു വെക്കേണ്ടത്, ക്ലിയർ ആയിട്ട് ഓർത്തു വെക്കേണ്ടത്. ഓക്കെ, അപ്പൊ മിസ് ഇതിന് ചെറിയൊരു കോഡ് പറഞ്ഞുതരാം. കാർടാക്സ് അടയ്ക്കാതെ ഒരു കഥയാണ്. കാർടാക്സ് അടയ്ക്കാതെ പബ്ജിയിൽ തീ വെച്ച് ബോട്ടിനെ കൊന്ന് ചരകൻ ചരക സംഹിത എഴുതി ജോണിന് സ്പെഷ്യലായി കൊടുത്ത് ഹിസ്റ്ററിയായി, അതൊരു ചരിത്രമായി മാറി. ഓക്കെ, അതൊരു ചരിത്രമായി മാറി, ഹിസ്റ്ററിയായി. അപ്പൊ ഇങ്ങനെ ആലോചിച്ചാൽ മതി. കാർടാക്സ് എന്ന് പഠിക്കുമ്പോൾ കാൾ ലിനേസ് ടാക്സോണമി. തീ വെച്ച് ബോട്ടണിയാണ് കൊന്നത് അല്ലെ. അപ്പൊ ഫാദർ ഓഫ് ബോട്ടണി എന്ന് പറയുന്നത് തിയോഫ്രാസ്റ്റസ്. ഓക്കെ, ചരക സംഹിത എഴുതി. ഓക്കെ, എന്നിട്ട് ജോണിന് സ്പെഷ്യൽ ആയിട്ടാണ് കൊടുത്തത്. അപ്പൊ ജോൺ റേ എന്ന് പറയുമ്പോൾ സ്പീഷീസ് എന്ന വാക്ക് ആദ്യമായിട്ട് കണ്ടുപിടിച്ചു. പിന്നെ അതും കൂടെ ഒരാളും കൂടി ഉണ്ട്, ഹിസ്റ്ററി എന്ന് പറയുമ്പോൾ ആരെ ഓർമ്മ വരണം? ഹിസ്റ്റോറിയ ജനറാലിസ് പ്ലാന്റേറം എന്ന് പറയുന്ന ബുക്കും കൂടി എഴുതിയിട്ടുണ്ട്. ക്ലിയർ ആയില്ലേ? നമ്മൾ പഠിച്ചു കഴിഞ്ഞു, ആ ഒരു പോർഷൻ തന്നെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. സോ ഇത് നിങ്ങൾക്ക് പലപ്പോഴും എങ്ങനെ ചോദിക്കുന്ന അറിയോ? പദബന്ധം നോക്കിയിട്ട് വിട്ട ഭാഗം പൂരിപ്പിക്കാൻ പറയും. അതായത് ഐഡന്റിഫൈ ദ പെയർ ആൻഡ് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് എന്നുള്ള രീതിക്ക് വരാറുണ്ട്. അതേപോലെ നിങ്ങളോട് കോൺട്രിബ്യൂഷൻസ് ആയിട്ട് 2 മാർക്കിന് ചോദിക്കാറുണ്ട്. മാച്ച് ദ ഫോളോയിങ് ആയിട്ട് വരാറുണ്ട്. ഇങ്ങനെ പല രീതിക്ക് ചോദിക്കും. അപ്പൊ അത് നിങ്ങൾ എന്ത് ചെയ്യുക, കറക്റ്റ് ആയിട്ട് ഒന്ന് ഓർത്ത് വെക്കുക. അപ്പൊ ഈ ഒരു കോഡ് വെച്ച്, ഈ ഒരു കഥ വെച്ച് നിങ്ങൾ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവാതെ ഓർത്തിരിക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇതേപോലെ ഇനി എന്ത് ട്രിക്കാണ് നിങ്ങൾക്ക് വേണ്ടത്, ഏത് ടോപ്പിക്കാണ് ഇങ്ങനെ ട്രിക്കായിട്ട് വേണ്ടതെന്നുള്ളത് ഒന്ന് താഴെ കമന്റ് ചെയ്യാം കേട്ടോ. മിസ് ഒരു കുഞ്ഞി ക്വസ്റ്റ്യൻ തരട്ടെ. അപ്പൊ ഫാദർ ഓഫ് ബയോളജി ആരാണെന്ന് എന്ത് ചെയ്യുക, എൻ്റെ മക്കളൊന്ന് താഴെ കമന്റ് ചെയ്യുക. ഓക്കെ, റെഡി? താങ്ക് യു.